അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇതുവരെ കഴിച്ചതിലും ഡിഫറെൻ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് ഇത്. നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുക. അത്ര അടിപൊളിയാണ്. ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുനോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ എന്താ റെസിപ്പിയിലേക്ക് പോവാം. ഇപ്പം 2 കിലോ ചിക്കൻ ബിരിയാണിൻ്റെ എന്താ പറയുക റെസിപ്പിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതാ വലിയ ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയും 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 4 വലിയ സൈസ് ഉള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇല്ലേ നിങ്ങൾ 1 കിലോ ചിക്കനിലാണെന്നുണ്ടെങ്കിൽ 2 വലിയ സൈസ് ഉള്ളി എടുത്താൽ മതി. ഞാനിപ്പം 2 കിലോ ചിക്കൻ്റെതായതുകൊണ്ടാണ് 4 വലിയ സൈസ് ഉള്ളി എടുത്തത്. ഇനിയിപ്പം ഈ ഒരു ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലോണം കളർ ചേഞ്ച് ആവേണ്ട. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ കോരി മാറ്റുക. ഇനിയിപ്പോൾ ഇത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നല്ല പുളിയുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതിപ്പം 1 ബൾബ് വെളുത്തുള്ളിയും 3-4 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ഉണ്ടാവും, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ഫ്രൈ ആക്കി വെച്ച 4 ഉള്ളിയില്ലേ, അതിൽ നിന്ന് 3 ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കുക, ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ടിൽ ഉള്ളി ഈ ഒരു കളറിൽ മാത്രമാവാ, കരിഞ്ഞുവാണ്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂണോളം റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈവച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ കൈവച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കലാണ്. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ റെസ്റ്റ് ചെയ്യാനും കൂടി വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ടേസ്റ്റ്, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാ എല്ലാം മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ചകളിലെല്ലാം ബിരിയാണിയെല്ലാം ഉണ്ടാക്കൂലേ, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം ബിരിയാണിയെല്ലാം ഉണ്ടാക്കുമ്പം ഇതൊന്ന് ട്രൈ ആക്കി നോക്കാം, അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ 2 കിലോ ചിക്കൻ ആയതുകൊണ്ട് തന്നെ 3 വലിയ സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 10-15 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി ഫ്രൈ ആക്കി വെച്ച ഓയിലില്ലേ, അതിലേക്ക് 6 ഏലക്ക, 3 കറാമ്പൂ, 1 പട്ട, 1 ബേ ലീഫ്, ചെറിയ ജീരകില്ലേ, ക്യുമിൻ സീഡ് 1 ടീസ്പൂണിലും കുറവ് ഫെനൽ സീഡും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സ്റ്റാർ തക്കോലില്ലേ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 6 തക്കാളിയാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ 1 കിലോ ചിക്കനിലാന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ 3 തക്കാളി മതിയാവും. ഇനിയിപ്പോൾ ഈ തക്കാളി നല്ലോണം കുക്കായിട്ട് വരണം, നല്ലോണം ഉടഞ്ഞ് വരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളി ഫ്രൈ ആക്കി വെച്ച ഓയിലാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. ആദ്യം കറാമ്പ്, പട്ട, ഏലക്ക, ബേ ലീഫ്, പിന്നെ കുരുമുളകില്ലേ മുഴുവനായിട്ടുള്ള, അതും കൂടി ചേർത്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ ഇതാ ഉള്ളി എന്താ പറയുക തക്കാളി ഒന്ന് കുക്കായിട്ട് വരുന്ന സമയം 1 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ റോ സ്മെല്ലും കൂടി മാറുന്നത് വരെ കുക്കാക്കി എടുക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളി എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 1 ബൾബ് മതിയാവും, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 ബൾബ് വെളുത്തുള്ളി എടുക്കുക കേട്ടോ. ഇനിയിപ്പം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ലും മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആ ഒരു ചിക്കനില്ലേ, ഫ്രൈഡ് ഒണിയനെല്ലാം ചേർത്തിട്ട് ഉള്ളി ഫ്രൈ ആക്കിയതെല്ലാം ചേർത്തിട്ട് മിക്സാക്കി വെച്ച ആ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടതില്ലേ, നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കട്ടാക്കി വെച്ചിട്ടില്ലേ, വലിയ സൈസായിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് എന്താ പറയുക കട്ടാക്കി എടുക്കുക. നിങ്ങൾ 1 കിലോ ചിക്കനെല്ലാം ആണെന്നുണ്ടെങ്കിൽ 1 വലിയ ഉരുളക്കിഴങ്ങ് മതിയാവും, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം കട്ടാക്കി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 3 ഉരുളക്കിഴങ്ങോളം വലുത് കട്ടാക്കി എടുത്തിട്ടുണ്ടായിന്. ഒരു 15 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ആക്കി വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് കുറച്ച് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഫ്രൈ ആക്കി വെച്ച ഉള്ളിയെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുത്തിട്ടില്ലേ നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിൽ ഒരു 10-18 മിനിറ്റോളം കുക്ക് ചെയ്യാൻ വെക്കുക, മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെക്കുക. എന്നിട്ട് വെള്ളമെല്ലാം നല്ലോണം ഇറങ്ങൂലേ, ആ സമയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചിക്കൻ എന്താ പറയുക, നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല, ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും ഇതുപോലെ. ആ സമയം നമ്മൾ ചിക്കനൊന്ന് കുക്കായിനോന്ന് നോക്കുക, ഉരുളക്കിഴങ്ങില്ലേ അതൊന്ന് കുക്കായിനോ നോക്കുക. അപ്പോഴേക്കും ചിക്കനും കുക്കായിട്ട് വന്നിട്ടുണ്ടാവും.
ആ സമയം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലെ വെള്ളം മൊത്തത്തിൽ വറ്റിച്ചെടുക്കുക. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു ടൈം ഉണ്ടാവുക. ഇനി ഇതിലേക്കില്ലേ ഈ ഒരു ടൈം ഞാൻ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സമയം ഒരു കൈപ്പിടി നിറയെ മല്ലിയിലും പുതിനയിലും കൊത്തിയരിഞ്ഞതും ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുക. ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. കാര്യം ഞാൻ 2 കിലോയിലാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ്. തീ ഓഫ് ചെയ്യുക. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിക്കില്ലേ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം ഞാനില്ലേ ഒരു 1.5 കിലോളം ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കിലോ ചിക്കനിൽ 2 കിലോന് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 1 കിലോ ചിക്കനെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 750 ഗ്രാമോളം റൈസ് മതിയാവും കേട്ടോ. 3 കപ്പ് റൈസ് മതിയാവും. ഇനിയിപ്പോൾ ഞാൻ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറാമ്പു, പട്ട, ഏലക്ക, ചെറിയ ജീരകം, വലിയ ജീരകം, ക്യുമിൻ സീഡ്, ഫെനൽ സീഡ് എല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിൽ കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാര്യം നമ്മൾ ഊറ്റിയെടുത്തിട്ടല്ലേ ചെയ്യുന്നത്. റൈസിൽ ഉപ്പ് വേണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അധികം ഉപ്പന്നെ 1 ടേബിൾ സ്പൂണോളം ഉപ്പന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കഴുകി ക്ലീനാക്കി ഒരു 5 മിനിറ്റ് കുതിർത്ത് വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 90% മാത്രം, നമ്മൾ മന്തിക്കെല്ലാം ചെയ്യൂലേ അതുപോലെ ഒരു 90% മാത്രം റൈസ് കുക്കായാൽ മതി. ഇപ്പോൾ റൈസ് കുക്കായ ഉടനെ തന്നെ നമുക്ക് മസാലയിലേക്ക് ഈ റൈസ് ഇതുപോലെ റൈസിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ആദ്യത്തെ ലെയർ ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ റൈസിലേക്കും കുരുമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടാവില്ലേ അത്. അപ്പോൾ ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലില്ലേ കട്ട് ചെയ്ത് വെച്ച മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ആക്കിയത് മാറ്റി വെച്ചിട്ടില്ലേ അത് 1 ടീസ്പൂണോളം ഗീ, അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ദം ചെയ്യാനല്ലേ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ഞാനില്ലേ ദം ചെയ്യുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിന്. അപ്പം നിങ്ങൾ ഒരു 10, 15, 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും മല്ലിയില, പുതിനയില, പച്ചമുളക്, പച്ചമുളക്, അതുപോലെ യെല്ലോ ഫുഡ് കളറ്, റെഡ് ഫുഡ് കളറ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഒരു ഓതൻറ്റിക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പാകിസ്ഥാനി ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ഗരം മസാല പൗഡർ, കുറച്ച് ഗീ, ഫ്രൈ ആക്കി വെച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക. ദം ചെയ്തെടുക്കുന്ന സമയം മുകളിലായിട്ട് ആ ഒരു ബബിൾസ് എല്ലാം വന്ന് നല്ലോണം പുകയെല്ലാം വന്ന് ആ ഒരു ടൈം തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ്, വീട് മൊത്തത്തിൽ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. നമുക്ക് പാർട്ടിയിൽ ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം ഒന്ന്. അതുപോലെ ഇപ്പം വെക്കേഷൻ ടൈമല്ലേ, നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന ഇതിൽ ഇത് ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ കീറിയിട്ട് ആ ഒരു പച്ചമുളകലില്ലേ അതെല്ലാം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം റെഡിയാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം റൈസെല്ലാം ഒന്ന് മാറ്റി അടിയിലെ മസാലയെല്ലാം ഒന്ന് മൊത്തത്തിൽ മിക്സാക്കിയ ശേഷം ഒന്ന് വീണ്ടും റൈസ് ഇട്ടിട്ട് മിക്സാക്കി എടുക്കുന്നത്. ഇതിൽ ആ ഒരു പൊട്ടറ്റോയിലില്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലെല്ലാം പോയി കഴിഞ്ഞാൽ കഴിക്കുന്ന അടിപൊളി ഒരു ബിരിയാണിയാണ്. സെയിം അതിലും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിന്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമായിട്ട് തോന്നില്ല. അധികം എന്നോട് പറയലുണ്ട്, ചില ബിരിയാണിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ, എൻ്റെ റെസിപ്പീസെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹസ്ബൻഡിനും വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിന്, പാർട്ടിയിൽ ഉണ്ടാക്കി എന്നെല്ലാം പറയലുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ പഴയ വ്ളോഗ്സും കാര്യങ്ങളൊന്നും കാണാത്തവർ കണ്ടുനോക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടാം കേട്ടോ. എന്നാലാണ് നിങ്ങൾ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക. അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. നമ്മൾ ഡെയിലി അല്ലാന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ പോവാത്തതെന്ന് പറയുന്നത്. ഇൻഷാ അല്ലാ പുതിയ പുതിയ റെസിപ്പീസും വീഡിയോസ് എല്ലാം ആയിട്ട് വരാം കേട്ടോ. ബൈ.